blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഒത്തിരി വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായതിനെക്കുറിച്ചും അതും അത്ഭുതകരമായി ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവർത്തികൾ, ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ കൊച്ചിയിൽ നിന്ന് ഏബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. സോ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഏബ്രഹാം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രസാദവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തീർന്നില്ല. കോലഞ്ചേരിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിയുണ്ട്. അവർക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങൾ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, എത്രയും പെട്ടെന്ന് കർത്താവ് ഒരു കനേഡിയൻ PR ജോലിയോടനുബന്ധിച്ച് കർത്താവെ തനിക്ക് ലഭിക്കുവാനായി രജിസ്റ്റേർഡ് നേഴ്സായി തീരുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ 2 സാമ്പത്തിക സഹായികളോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ, PWD ഓഫീസിന് എതിർവശം, പുലിക്കുന്ന്, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാധു കല്യാണ മണ്ഡപം, താണ, കണ്ണൂർ. Brother Damien ministering in USA. Renio, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. Romans 8:18. റോമാലേഖനം 8:18. I consider that our present sufferings are not worth comparing with the glory that will be revealed in us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. So Paul is saying presently we have some sufferings in our lives. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ചില കഷ്ടതകളുണ്ട്. Even Jesus said you will have troubles in this world. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും. Some people pray, fast, they rebuke the devil, but still there will be troubles in this world. ചില ആളുകൾ നിരവധി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, പിശാചിനെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, എന്നാൽ അപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരാറുണ്ട്. Nobody can escape from troubles from this world. ഈ ലോകത്തിലെ കഷ്ടതകളിൽ നിന്ന് ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. Jesus went through that. യേശു അതിലൂടെ കടന്നുപോയി. So some people think that if I am born again, if I am saved, all the troubles will be over. ചില ആളുകൾ ചിന്തിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. In one way that is true. ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. Because Jesus is coming into our lives. കർത്താവ് യേശു നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ we get a lot of peace, നമുക്ക് സമാധാനം ലഭിക്കുന്നു, strength, ബലം ലഭിക്കുന്നു, blessings, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. But still there will be some troubles waiting for us. ചില കഷ്ടതകൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. Sometimes new troubles will come.
ചിലപ്പോൾ പുതിയ കഷ്ടതകൾ ഉളവായി വരാം. because we received Jesus. കർത്താവ് യേശുവിനെ സ്വീകരിച്ചത് മുഖാന്തരം Maybe people will start scorning at us. പലരും നമ്മളെ നോക്കി പരിഹസിക്കും. Many friends will become your foes. നിങ്ങളുടെ പല സുഹൃത്തുക്കളും നിങ്ങളുടെ വൈരികളായി മാറും. It can happen. സംഭവിക്കാം. But Paul is saying, when we consider the present sufferings and the glory that is going to be revealed in us, the present sufferings are nothing. പൗലോസ് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിനോട് തുലനം ചെയ്യുവാൻ അർഹമല്ലാത്ത വിധം നിസ്സാരമാണ് ഇക്കാലത്തെ കഷ്ടതകൾ. Hallelujah. ഹല്ലേലൂയ. That is, every born again child of God should know that one day the sufferings will be over, troubles will be over, and a new chapter will be opened. എല്ലാ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളും അറിഞ്ഞിരിക്കണം, ഒരു ദിവസം എല്ലാ കഷ്ടതകളും തീരാൻ പോവുകയാണ്, എല്ലാ പ്രയാസങ്ങളും തീരാൻ പോവുകയാണ്. And God will wipe away every tear from our eyes. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിൾത്തടങ്ങളിൽ നിന്നും കർത്താവ് എന്നേക്കുമായി തുടച്ചു നീക്കും. Hallelujah. ഹല്ലേലൂയ. And when we get to heaven, the Father will just touch us like this, and in that touch, all the scars and all the memories of the troubles will be wiped away. നാം സ്വർഗത്തിലെത്തുമ്പോൾ പിതാവാം ദൈവം നമ്മളെ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ ആ ഒരൊറ്റ സ്പർശനത്തിൽ നമ്മുടെ എല്ലാ മുറിവുകളും എല്ലാ ദുഃഖപൂർണമായ ഓർമ്മകളും മാഞ്ഞു പോകും. 19. For the creation waits in eager expectation for the children of God to be revealed. ദൈവമക്കൾ വെളിപ്പെടുന്നതിന് വേണ്ടി സർവ്വസൃഷ്ടിയും അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Can you think about that? The whole creation is waiting for the children of God to be revealed. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സർവ്വസൃഷ്ടിയും സകല ജീവജാലങ്ങളും ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. After this service, you'll be going out. ഈ സർവീസിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകും. And you'll mix with people in this world. ഈ ലോകത്തിലെ ജനങ്ങളുമായി നിങ്ങൾ ഇടപഴകും. And if you see, you cannot recognize the children of God from the children of the world. നിങ്ങൾ വീക്ഷിച്ചാൽ ഈ ലോകത്തിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. Because all have the similarities. We are all living in human bodies. എല്ലാവർക്കും തമ്മിൽ സമാനതകളുണ്ട്. നമ്മൾ എല്ലാവരും മനുഷ്യ ശരീരങ്ങളിലാണ് ജീവിക്കുന്നത്. But one day there will be a change in the children of God. എന്നാൽ ഒരു ദിവസം ദൈവമക്കളിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. The whole created things are waiting for the revelation of the children of God. സർവ്വ സൃഷ്ടിയും ദൈവമക്കളുടെ വെളിപ്പാടിനു വേണ്ടി വെളിപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. All the mountains are waiting for the children of God to be revealed. എല്ലാ പർവ്വതങ്ങളും മലകളും ദൈവമക്കളുടെ വെളിപ്പാടിനു വേണ്ടി കാത്തിരിക്കുകയാണ്. Great oceans are waiting for the children of God to come out. മഹാസമുദ്രങ്ങൾ ദൈവമക്കളുടെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. All the woods, the forests, the trees, the brooks, the streams, the galaxies, all the universe is waiting for the children of God to be revealed one day. എല്ലാ മരങ്ങളും കാടുകളും വൃക്ഷങ്ങളും പ്രപഞ്ചവും ഗാലക്സിയും എല്ലാം ദൈവമക്കളുടെ വെളിപ്പാടിന്റെ ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. 20. For the creation was subjected to frustration, not by its own choice, but by the will of the one who subjected it in hope. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമാക്കപ്പെട്ടു, അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പ്രത്യാശയാൽ അതിനെ വിധേയപ്പെടുത്തിയവന്റെ ഇഷ്ടത്താൽ തന്നെ. That the creation itself will be liberated from its bondage to decay and brought into the freedom, the glory of the children of God. ഈ പ്രത്യാശയോ സൃഷ്ടി തന്നെയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നത്രേ. So the whole creation is in a bondage. സർവ സൃഷ്ടിയും ഒരു ബന്ധനത്തിൻ കീഴിലാണ്. What is this bondage? എന്താണ് ഈ ബന്ധനം? It is a bondage to decay. അത് ജീർണതയുടെ ബന്ധനമാണ്. That means everything will decay. അതിന്റെ അർത്ഥം ഇതാണ്, സകലതും അഴുകിപ്പോകുന്നതാണ്, ജീർണിക്കുന്നത്. That is a bondage. അതൊരു ബന്ധനമാണ്. But one day there will come a freedom, and the glory of the children of God will be revealed. എന്നാൽ ഒരു സ്വാതന്ത്ര്യം വന്നുകൊണ്ട് ദൈവമക്കളുടെ തേജസ്സ് മഹത്വം വെളിപ്പെട്ടു വരും.
Say hallelujah. ഒരു ഹല്ലേലൂയ. Verse number 22, we know that the whole creation has been groaning as in the pains of childbirth right up to the present time. 22 സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഈറ്റുനോവിൽ എന്നതുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. Hallelujah. ഹല്ലേലൂയ. Meaning the whole creation is going through a labor, a birth pang, so that a child will be born. ഇതവിടെ പറയുകയാണ്, സർവ്വ ജീവജാലങ്ങളും സർവ്വസൃഷ്ടിയും ഒരു പ്രസവ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇതാ ഒരു കുഞ്ഞ് ജനനമെടുക്കാൻ പോവുകയാണ്. 23, not only so, we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for adoption to sonship, the redemption of our bodies. തന്നെയുമല്ല, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടുവാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. Hallelujah. ഹല്ലേലൂയ. Paul is speaking about the adoption to sonship. ഇവിടെ പൗലോസ് പുത്രത്വത്തിലേക്കുള്ള ദത്തെടുപ്പിനെ കുറിച്ച് പറയുന്നു. And what do you mean by adoption to sonship? പുത്രത്വത്തിലേക്കുള്ള ദത്തെടുക്കൽ എന്നാൽ എന്താണ്? The redemption of our bodies. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. I told you last Sunday, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, when you say you are saved, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു നിങ്ങൾ പറയുമ്പോൾ it is about your spirit. നിങ്ങളുടെ ആത്മാവിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. What about the soul? എന്നാൽ നമ്മുടെ പ്രാണൻ എന്ത് സംഭവിക്കും? Soul is being saved. ആ പ്രാണൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. Meaning, step by step, bit by bit, slowly, progressively, our soul part is getting saved. ക്രമാനുഗതമായി നമ്മുടെ പടിപടിയായിട്ട് നമ്മുടെ പ്രാണമണ്ഡലം, നമ്മുടെ ദേഹി രക്ഷയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നാം തുടങ്ങുമ്പോൾ അത് വളരെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, പൂജ്യത്തിൽ നിന്ന്, ഒരുപക്ഷെ നെഗറ്റീവിൽ നിന്ന് എന്ന് പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു നമ്മൾ അന്ന് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം എത്രയോ സാമ്പത്തിക സഹകാരികൾ, നമ്മുടെ മിഷൻ പാർട്ട്നേഴ്സ് ഒരുമിച്ച് ചേർന്ന് വന്നപ്പോഴാണ് ഇതൊരു വിജയമായി തീർന്നത്. എന്നാൽ ഇതൊന്നും ഒരു വലിയ വിജയമാണ് എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ഇനിയും ജനലക്ഷങ്ങളിലേക്ക് ഈ പ്രോഗ്രാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മിഷൻ പങ്കാളികളെ ആവശ്യമായിട്ടുണ്ട്. ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പല തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, പല വിധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് 0484222133 എന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് പങ്കുകാരായി തീർന്ന്, പങ്കാളികളായി തീർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. ഈ വർഷം, ഈ വരുന്ന വർഷങ്ങളിൽ ദൈവം നമ്മളെ ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. This is what is mentioned in Romans chapter 12, 1-3. ഇതാണ് റോമാലേഖനം 12-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ പറയുന്നത്. There it says we are renewed in our minds. നമ്മുടെ മനസ്സിൽ നമ്മൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. Until we become like Christ. നമ്മൾ ക്രിസ്തുവിന് അനുരൂപമാകുന്നത് വരെ നടക്കണം. So inside in our mind that upgradation is happening. അകത്ത് നമ്മുടെ മനസ്സിൽ ഈ പുതുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So number one, spirit. The moment you said Jesus is my Lord, your spirit is saved. ഒന്നാമത്തെ നമ്മുടെ ആത്മാവ്, യേശു കർത്താവ് എൻ്റെ രക്ഷകനാണെന്ന് നിങ്ങൾ ഏറ്റുപറയുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. Then the soul, the mind, will, emotions, that part is getting saved in our lifetime. രണ്ടാമത്തേത് പ്രാണൻ, നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി, അത് നമ്മുടെ ജീവിതകാലം കൊണ്ട് ആ രൂപാന്തര പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. And for this we have to cooperate with the Holy Spirit. അതിനുവേണ്ടി നാം പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കണം. Hallelujah. ഹല്ലേലൂയ. But still, അപ്പോൾ you may be sick in your body. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരാം. There will be weaknesses in your body. ശരീരത്തിൽ ക്ഷീണങ്ങൾ വരാം. You feel like lying down, so weak. വളരെ ക്ഷീണിച്ച് കിടക്കുവാൻ തോന്നും. Why? എന്തുകൊണ്ട്? Because the body is not saved. കാരണം നമ്മുടെ ശരീരം രക്ഷ പ്രാപിച്ചിട്ടില്ല. In other words, the body is not redeemed. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. Spirit is redeemed. ആത്മാവ് രക്ഷിക്കപ്പെട്ടു. Soul is being redeemed. നമ്മുടെ പ്രാണൻ ഇതാ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. But this body which is in the bondage to decay
will be saved or will be redeemed one day when Jesus will come down from heaven. എന്നാൽ ഈ ശരീരം, ജീർണതയുടെ ബന്ധനത്തിൽ കിടക്കുന്ന ഈ ശരീരം കർത്താവായ യേശു വെളിപ്പെടുന്ന ആ ദിവസമാണ് വീണ്ടെടുക്കപ്പെടുന്നത്. Hallelujah. So this is a hope that we have in our hearts. ഇതാണ് നമ്മുടെ ഹൃദയത്തിലുള്ള പ്രത്യാശ. Hallelujah. ഹല്ലേലൂയ. Now, a speciality with God is that God will fix the end point first. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ദൈവം അവസാനത്തെ പോയിന്റ് ആദ്യം പതിപ്പിക്കും. And to that point he will start from the beginning. ഇതിൽ നിന്നുകൊണ്ട് അവൻ ആദ്യം മുതൽ ആരംഭിക്കും. Hello. ഹലോ. That's why Jesus says, I am the Alpha and the Omega. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. In other words, I am the beginning and the end. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. How many of you have written any examination in your life? നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? All of us. എല്ലാവരും. When you are writing the exam, this is the answer sheet. ഇത് ഉത്തരക്കടലാസ് ആണെങ്കിൽ എക്സാം എഴുതുമ്പോൾ, When you are writing the exam, എക്സാം എഴുതുമ്പോൾ do you know the result? നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുമോ? No. ഇല്ല. So that's why people panic. അതുകൊണ്ടാണ് ആളുകൾ പേടിക്കുന്നത്. കർത്താവേ ജയിക്കുമോ അറിയില്ല. ദൈവമേ. Because they don't know what the result will be. അതിന്റെ റിസൾട്ട് എന്താണ്, ഫലം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് പേടിക്കുന്നത്. But suppose you know the result in the beginning. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമെങ്കിൽ You'll be writing very confidentially വളരെ ധൈര്യപൂർവ്വം നിങ്ങൾ ആ പരീക്ഷ എഴുതും. that I'm going to pass this examination. ഞാൻ ഈ പരീക്ഷ പാസ്സാകുമല്ലോ, I'm going to get 100 marks. എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടാൻ പോകുന്നു. You'll be writing with confidence നിങ്ങൾ ധൈര്യത്തോടെ ആ പരീക്ഷ because എഴുതും. you know the results. കാരണം നിങ്ങൾക്ക് റിസൾട്ട് നേരത്തെ അറിയാം. Suppose you're going to fight in a war. നിങ്ങൾ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നുവെങ്കിൽ, In the beginning, if you don't know whether you will lose or win, you'll be panicking. ആരാണ് ജയിക്കുക, നിങ്ങൾ ജയിക്കുമോ തോക്കുമെന്ന് അറിയില്ലെങ്കിൽ വളരെ പേടിയാകത്തുണ്ടാവും. But if you know that you will be the winning team, you'll be fighting very confidential. ഞങ്ങളുടെ ടീമാണ് ജയിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സധൈര്യം നിങ്ങൾ പോരാടും. Hallelujah. ഹല്ലേലൂയ. So Jesus says the final victory is yours. യേശു പറയുകയാണ്, അന്തിമ വിജയം അത് നിങ്ങളുടേതാണ്. Victory is established. വിജയം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. Hallelujah. ഹല്ലേലൂയ. And always remember one thing. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, In a war there will be many battles. ഒരു യുദ്ധത്തിൽ നിരവധി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. Battle is a small. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. War is a huge. യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. So in a war, the war may prolong for 6 months, 1 year, 2 years, 3 years. ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ നീണ്ടു നിൽക്കും. But here happens a battle. ഇവിടെ ഇതാ ഒരു There a battle. അവിടെ ഒരു ഏറ്റുമുട്ടൽ, Here a battle. ഇവിടെ ഒരു ഏറ്റുമുട്ടൽ. But in some battles, maybe some teams may lose. ചില ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോൾ ചില ടീം തോറ്റുപോകും. In some battles. ചില ഏറ്റുമുട്ടലുകളിൽ. But the deciding factor is whether you will win the war. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നത് യുദ്ധം ജയിക്കുമോ എന്നതാണ്. Hallelujah. ഹല്ലേലൂയ. I'm talking about the finals. ഞാൻ ഫൈനലിനെ കുറിച്ച്, അന്തിമ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. Not the first match or this match or that match or semi-final. I'm talking about the final match. ഞാൻ ആദ്യ റൗണ്ടിനെ കുറിച്ചോ സെമി ഫൈനൽ മാച്ചിനെ കുറിച്ചോ ഒന്നല്ല പറയുന്നത്, ഫൈനൽ ഏറ്റവും അവസാനം നടക്കുന്ന നിർണായക മത്സരത്തെ കുറിച്ചാണ് പറയുന്നത്. God the Father says, പിതാവാം ദൈവം പറയുന്നു, the final victory. അന്തിമ വിജയം, The final victory അന്തിമ വിജയം is yours. അത് നിങ്ങളുടേതാ. Then whatever happens in the little battles is not a problem. അവിടെ ഇവിടേക്കുള്ള ഏറ്റുമുട്ടലുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ട. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. സഹോദരൻ്റെ പേര് സാംസൺ, ഭാര്യയാണ് ഷീന. ഇവർക്ക് 2009 ഒരു വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം നീണ്ട 7 വർഷങ്ങൾ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. ഇതിനിടയിൽ ഇവർ IUI എന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് സക്സസ് ആയില്ല. ഇവർ പറയുന്നത് ഒത്തിരി വീട്ടുകാരും നാട്ടുകാരും പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊക്കെ ഒത്തിരി കളിയാക്കും. അതുകൊണ്ട് തന്നെ ഈ സഹോദരി പൊതുവെ പുറത്തങ്ങനെ സാധാരണ ഫംഗ്ഷനുകൾക്കൊന്നും പുറത്ത് പോകാറില്ല. ആലോചിച്ചു 7 വർഷം ശൂന്യത അനുഭവിക്കുമ്പോൾ അത് സഹിക്കാം എങ്ങനെയെങ്കിലും, പക്ഷെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ അത്രയും ഈ കുടുംബം വേദനയിലൂടെ പോയി. 2015 മാർച്ച് മാസം ഇവർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബദരാമിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഷീന എന്ന് പറയുന്ന ഒരു സഹോദരി കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ആ സഹോദരിക്ക് അടുത്ത വർഷം കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നുവെന്ന് 2015 ഈ മാർച്ച് മാസം ബദരാമിൻ പറഞ്ഞു. ഷീന എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് കാണുന്നു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഷീന. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവെ ആ കുടുംബജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. ശരിയാണോ സിസ്റ്ററെ? ശരിയാണ്. എന്താണ് കേട്ടത്? എന്താ കേട്ട? പേര് പറഞ്ഞു, ഷീന എന്നുള്ള പേര് വിളിച്ചിരുന്നു. റൈറ്റ്. എന്നിട്ട് കർത്താവ് ഒരു കുഞ്ഞിനെ തരും എന്നുള്ളൊരു പ്രോമിസ് കൂടി കിട്ടി. അവർ പറയുന്നത് 2016 ജനുവരി മാസമാണ് ഇവർ പ്രഗ്നൻ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് സത്യം അറിഞ്ഞു. അതിനുശേഷം ഇവർ പറയുന്നത് ആ ഒരു പ്രഗ്നൻസിയിൽ വളരെയധികം കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴുള്ള സ്കാനിങ്ങിനാണ് 2 കുട്ടികളാണ് ഇവർക്ക് ഉദരത്തിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മാസമായപ്പോൾ അറിഞ്ഞു അതിലൊരു കുഞ്ഞിന് ജീവനില്ല. 2ാമത്തെ കുഞ്ഞിന് അതിന് വളർച്ച കുറവാണ്, ലിവറിനൊക്കെ വളരെയധികം വളർച്ച കുറവാണ്. ഇവർ പറയുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം 2 കുഞ്ഞുങ്ങളെയും കിട്ടില്ല, യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് ഇവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർ പറയുന്നത് 7ാമത്തെ മാസം പൊടുന്നനെ ഈ സഹോദരിക്ക് എമർജൻസി ആയിട്ട് ഇങ്ങനെ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട വന്നു. അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഒരു കുഞ്ഞിന് ഒട്ടും വളർച്ചയില്ലായിരുന്നു. ഒരു കുഞ്ഞ് മരണപ്പെട്ടിരുന്നു നേരത്തെ തന്നെ 4ാമത്തെ മാസം തന്നെ മരണപ്പെട്ടിരുന്നു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഡോക്ടേഴ്സ് കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു. ലിവറിൻ്റെ വളർച്ചയില്ല, 7ാം മാസത്തിൽ ജനിച്ചൊരു കുഞ്ഞാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കർത്താവ് അത്ഭുതകരമായിട്ട് കർത്താവ് ആ കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തിലും കർത്താവ് വളർച്ച കൊടുത്തു. ഇനി ഇത്രയും മാസത്തിനിടയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നല്ലൊരു ആരോഗ്യമുള്ള കർത്താവ് കൊടുത്ത ഒരു കുഞ്ഞ് തന്നെയാണ് അവരുടെ കൈകളിലിരിക്കുന്നത്. നിന്ദകൾ മാറ്റുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോന്നില്ല, ഏതൊരു കാര്യത്തിലും നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ തന്നെ ദൈവം ഉയർത്തി മാനിച്ചിരിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ, PWD ഓഫീസിന് എതിർവശം, പുലിക്കുന്ന്, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാധു കല്യാണ മണ്ഡപം, താണ, കണ്ണൂർ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട അത്ഭുത സാക്ഷ്യം പോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്യാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച്
എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതം സംഭവിക്കട്ടെ. അടുത്ത വർഷം ഈ സമയത്ത് അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, പ്രഗ്നൻ്റ് ആണ്, എന്നാൽ ചില കോംപ്ലിക്കേഷനുകൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ തകരാറുകളെല്ലാം പരിഹരിക്കപ്പെട്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെയും ആരോഗ്യമുള്ള മാതാവിനെയും ആ കുടുംബാംഗങ്ങൾക്ക് തിരികെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കർത്താവെ, ക്യാൻസർ രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള ക്യാൻസർ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ക്യാൻസർ പേഷ്യൻസ് അവരുടെ ട്രീറ്റ്മെൻറ്റുകൾ പ്രൊലോങ് ചെയ്യപ്പെടുകയാണ്. കൂടുതൽ ദീർഘനാളത്തേക്ക് വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. ഡോക്ടേഴ്സ് ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ആ ആശങ്കകൾക്ക് വിരാമമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രൊലോങ് ചെയ്യപ്പെടലേ കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം ചില ദൈവദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൽ ആണി രോഗമുള്ള ചില രോഗികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും തലയ്ക്കകത്ത് വിങ്ങുന്ന വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതു വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? കർത്താവെ, ഇപ്പോൾ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ 2 സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച കാസർഗോഡുണ്ട്, അപ്പോൾ തന്നെ ശനിയാഴ്ച കണ്ണൂരിലുണ്ട്. നിങ്ങളെല്ലാവരെയും നേരിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. ദയവായി അവിടെ വരണം, അത് വന്ന് പങ്കുവയ്ക്കണം. കൂട്ടത്തിലെ രോഗികളായിട്ടുള്ളവരൊക്കെ നിങ്ങളവിടെ കൊണ്ടുവരണം. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.